നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. രോഹിത് ശർമ്മ കളത്തിലുണ്ടാകുമ്പോഴുള്ള ഒരു വൈബൊന്ന് വേറെയാണ്. ആഹ് അത് ടെസ്റ്റ് ആണെങ്കിലും, വൺ ഡേ ആണെങ്കിലും, T20 ആണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്നും നമ്മളത് കളിക്കളത്തിൽ കണ്ടു. ഋഷഭ് പന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സർഫ്രാസ് ഖാൻ വിക്കറ്റ് കീപ്പറുടെ ജോലി ഏറ്റെടുക്കുന്നു. KL രാഹുൽ ഉണ്ടായിട്ടും സർഫ്രാസിനെ കൊണ്ട് കീപ്പ് ചെയ്യിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനിടക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11ൻ്റെ ഒരു ഇന്നിങ്സ് പുരോഗമിക്കവേ 23ാമത്തെ ഓവറിലാണ് ഇത് സംഭവം. 23ാമത്തെ ഓവറിലെ 4ാമത്തെ പന്തിൽ ഡേവിസ് അടിക്കാനുള്ള ശ്രമം, പന്ത് കുത്തനെ ഉയരുന്നു. അത് ഈസി ക്യാച്ചാണ്. ഈസി ക്യാച്ചിന് ഗ്ലൗ അണിഞ്ഞ സർഫ്രാസ് പോകുന്നു. പക്ഷേ സർഫ്രാസിന് ബോൾ പിടിയിൽ കിട്ടുന്നില്ല. ഉടനെ സ്ലിപ്പിൽ നിൽക്കുന്ന രോഹിത് പോയിട്ട് സർഫ്രാസിൻ്റെ മുതുകത്തിടിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ പാടത്തൊക്കെ കളിക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിലല്ലാതെ കണ്ടാരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത് സാധാരണ കാണാറുണ്ട്. കീപ്പർ പന്ത് വിട്ടാൽ അടുത്തിരിക്കുന്നവൻ ഇടിക്കുക, കുത്തുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതേ ഒരു വൈബ്. അതായത് ഇപ്പോൾ ചില എക്സിലൊക്കെ ചില ആളുകൾ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുന്നത് പ്യുവർ ഗല്ലി ക്രിക്കറ്റ് വൈബ് എന്നാണ്. ആ രൂപത്തിലാണ് പെരുമാറിയിരിക്കുന്നത്. അത് അങ്ങനെയാണ്. രോഹിത് എപ്പോഴും വളരെ രസകരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്തായാലും മത്സരം ഇന്ത്യ വിജയിച്ചു. 6 വിക്കറ്റിൻ്റെ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കി. രോഹിത് നിരാശപ്പെടുത്തി ബാറ്റിങ്ങിൽ എന്നുള്ളതാണ് ആരാധകർക്ക് ഒരല്പം സങ്കടകരമായിട്ടുള്ള കാര്യം. അദ്ദേഹം പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ട് കിട്ടിയ ബാറ്റിംഗ് അവസരമാണ്. അത് മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 3 റൺസ് മാത്രം എടുത്ത് അദ്ദേഹം എഡ്ജ് ചെയ്ത് സ്ലിപ്പിലേക്ക് പോയി ക്യാച്ചായി അദ്ദേഹം മടങ്ങുകയായിരുന്നു. സർഫ്രാസ് പിന്നെ ബാറ്റിങ്ങിൽ അവസാനത്തിലാണ് അദ്ദേഹം വരുന്നത്. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം കളി തുടരവേ അദ്ദേഹം ലെഗ് സൈഡിലേക്ക് എഡ്ജ് ചെയ്ത് ക്യാച്ചായി പോയി. അപ്പോഴും രോഹിത് ഡ്രസ്സിംഗ് റൂമിൽ ആകെ നിരാശനായിട്ട് കാണുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ ആ ഒരു വൈബ് വളരെ കൃത്യമാണ്. ടീമിൽ രോഹിത് ഉണ്ടാകുമ്പോഴുള്ളൊരു എനർജിയും വേറെയാണ്. ഏതായാലും രണ്ടാം ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ശുഭ്മൻ ഗില്ലും മടങ്ങിയെത്തിയിരിക്കുന്നു, രോഹിത്തും മടങ്ങിയെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയിച്ച 11ൽ എന്തായാലും മാറ്റങ്ങൾ ഉറപ്പാണ്. ഇപ്പോൾ ഈ വീഡിയോ രോഹിത് അദ്ദേഹത്തിൻ്റെ മുതുകിനിട്ടിരിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ്. നമുക്കത് ഇവിടെ എടുത്ത് ചേർക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റ് കിട്ടി ചാനലിന് പണിയാവും. അതുകൊണ്ട് അത് ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി നോക്കുക. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.